ചേട്ടാ നമസ്കാരം. 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 ഫീൽഡിൽ പോയതായിരിക്കും അല്ലേ? അതെ തന്നെ. അതിങ്ങനെ ഏത് ഏരിയ ആയിരുന്നു? ഞാൻ ഇന്ന് ഇവിടെ തെന്നത്തൂര് കടവൂര് ഏരിയയിൽ പോയ വർഷം മഴ സമയമായില്ലേ, മഴക്കാലമായതുകൊണ്ട് ഒരു പരിപാടി നടന്നില്ല. അപ്പോൾ അവിടെ മഴക്കാറായി പ്രശ്നമായി, അതുകൊണ്ട് തിരിച്ചു പോരുമായിരുന്നു. പിള്ളേരുടെ കാര്യം അങ്ങനെയൊക്കെ ചെയ്യാനോ. ഒന്ന് വണ്ടിയിൽ നിന്ന് സൈഡാക്കാവോ? ഇങ്ങനെ തെരുവിൽ പാടാൻ നടന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 2017 മുതൽ എനിക്ക് അസുഖം തുടങ്ങി. എനിക്ക് ബ്ലാഡർ മൂത്രാശയം നിന്ന് പോയായിരുന്നേ. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ പണിതുകൊണ്ടിരുന്ന പലർക്കും ഈ കിഡ്നി സ്റ്റോണും ആയിരുന്നു. അപ്പം എനിക്ക് എത്രയും എനിക്കത് ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്നു. പക്ഷേ സമയം കൊണ്ട് ഈ പെട്ടെന്ന് ട്യൂബ് ഇട്ടേക്കൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ മേലാത്ത അവസ്ഥയിൽ ഈ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? എന്നാ ചെയ്യാനാ? മേലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 പിള്ളേർ പഠിക്കുകയാണ്. 2 പിള്ളേർ പഠിക്കണം. പിള്ളേർ ഏതിനൊക്കെ പഠിക്കുന്നേ? പിള്ളേർ പെണ്ണ് നേഴ്സിങ്ങിന്, BSc നേഴ്സിങ്ങിന്, ചെറുക്കന് ജനറൽ നേഴ്സിംഗ് ആണ്. അവർ ഒരു കോളേജിലാണ്, ഇവിടെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവരെ പഠിപ്പിക്കാനും പിന്നെ അമ്മ പ്രായമായ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. അപ്പോൾ പിന്നെ വൈഫിനാണെങ്കിൽ വയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനും എൻ്റെ ചികിത്സയുടെ ആവശ്യത്തിനും അങ്ങനെ പല കാര്യത്തിനു വേണ്ടിയാണ്. ചേച്ചിക്ക് ജോലി വല്ലതും ഉണ്ടോ? പുള്ളിക്കാരി അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. അവിടെ പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കഴിഞ്ഞ കൊറോണ സമയമായപ്പോൾ തെരുവിക്കട പാട്ട് പാടാൻ വന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, സജി പുറത്തൊന്നും ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അന്ന് നല്ലൊരു മഴയുള്ള സമയമാണ്. അപ്പോൾ ഒരു സമയങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ജീവിതമാർഗ്ഗം ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ മുണ്ടമുടി അച്ചൻകാവലയിൽ അവിടെ വെച്ച് തേങ്ങയും കപ്പയൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി അങ്ങനെ സംവിധാനം ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു പോലീസുകാരൻ, പുള്ളിക്കാരൻ ചില കൂട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് ഒരു ചെറിയ പെട്ടിക്കട എനിക്കവിടെ ഇട്ടു തന്നു. അതൊരു അവിടെ അപ്പോൾ അത് എനിക്ക് ബ്ലാഡർ ഇങ്ങനെ വയറ് തുളച്ചിട്ടേക്കുവാണേ, കണ്ടോ, അടിവയറ് തുളച്ച് ട്യൂബ് ഇട്ടേക്കുക. അപ്പോൾ ഇങ്ങനെ കടയിലങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ആൾക്കാർ ഇത് ഇട്ടുകൊണ്ടാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്? ഇത് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന, പാട്ട് പാടുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയും പിള്ളേരെ പഠിപ്പിക്കാനും പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടുത്തെങ്കിലും ഇങ്ങനെ വായ്പയും ഒക്കെ ചെയ്യിച്ച് നടന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരാണ് എന്നോട് പറഞ്ഞു, നീ എന്തിനാണ്. അപ്പോൾ പല ആൾക്കാരും ഈ പല പൈസയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ ആദ്യമൊക്കെ ചില സഹായിക്കുമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരുപോലെ സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പലരും എന്നെ കാണുമ്പോൾ മാറാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിനക്ക് അല്പം സ്വല്പമൊക്കെ പാട്ട് പാടാൻ അറിയാമല്ലോ, ഞങ്ങളൊരു ബോക്സ് മേടിക്കാനുള്ള സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അവർ ഒരു ചെറിയൊരു ബോക്സ് മേടിക്കാനുള്ള സംവിധാനം കൂട്ടുകാർ ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ വഴിയോരത്തൊക്കെ ഒന്ന് പാടുക എന്ന് പറയുമ്പോൾ മോശമാണ്, ഒരു നാണക്കേട് പോലെയാണ്. പക്ഷേ പിള്ളേരുടെ ആവശ്യം, പിള്ളേരെ പഠിപ്പിക്കണം, വീട്ടിലെ കഷ്ടപ്പാട്, വീട്ടിലെ ദാരിദ്ര്യം ഒക്കെ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം അങ്ങ് സഹിച്ച് നമ്മൾ അന്ന് എൻ്റെ കൊച്ചിനന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോലും ഇല്ലായിരുന്നു. പാടുക എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്താക്കുന്ന ഒരു വരദാനമല്ലേ ഏട്ടാ? അതെ. പക്ഷേ പിള്ളേർക്കിടെ അവസ്ഥ ഓർക്കുമ്പോഴേ അവർക്ക് പഠിക്കാൻ സാമ്പത്തികമില്ല, വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വയ്യ, ഇങ്ങനെയുള്ള എല്ലാം വിഷയം വരുമ്പോൾ ആവശ്യങ്ങളുടെ മധ്യത്തിൽ വേറെ ആരാ ഉള്ള പുള്ളിക്കാരിക്കും തീരെ പറ്റില്ല. അപ്പോൾ ഞാനല്ലാതെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് തെരുവിലിറങ്ങിയത്. ഏതായാലും നമ്മൾ ഗാനമേളക്കാരനോ പാട്ടുകാരനോ ഒന്നും അല്ല, പക്ഷേ നമ്മൾ പാട്ട് പാടി നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ വേദനയിൽ പങ്കുചേരുന്ന സുമനസ്സുകളായ ചില ആളുകൾ മുമ്പോട്ട് വന്ന് 5ഉം 10ഉം രൂപയൊക്കെ വെച്ച് തരുന്ന, അങ്ങനെ കിട്ടുന്ന ആ നാണയത്തുട്ടുകൾ കൊണ്ടാണ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം നടത്തുന്ന വീട്ടിലെ ആശുപത്രി കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ നടത്തും. അപ്പം പിന്നെ ഇത് വേദനയുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ട്യൂബ് ഇട്ടേക്കുന്ന വയറ് തുളച്ചിട്ടേക്കുക, പൊക്കിളിന് താഴെ തുളച്ച് ട്യൂബ് ഇട്ടേക്കുക, നല്ല വേദനയുണ്ട്. പാടുമ്പോൾ വേദന, ശ്വാസമൊക്കെ എടുക്കുമ്പോൾ വേദനയുണ്ട്.
പക്ഷെ അതെല്ലാം നമ്മൾ ശ്വാസമൊക്കെ എടുത്ത് പിടിച്ച് പാടുമ്പോൾ വയറ്റിൽ അതിൻ്റെ അത് പ്രഷർ അതെ കൊടുക്കുന്നത്. അതെ 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 നല്ല വേദനയുണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം നമ്മുടെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും ഉള്ള ആ സ്നേഹത്തിന് മുമ്പിൽ ആ വേദന മറന്നു പോവുക, ആ വേദന മറക്കുവാണ്. അപ്പോൾ ഇങ്ങനെ സുമനസ്സുകളായ ആളുകൾ 5-10 രൂപയൊക്കെ വെച്ച് തരുന്നു. അങ്ങനെ ഇപ്പോൾ മോള് 4ാം വർഷമായി, 4ാം വർഷം പഠിക്കുകയാണ്, BSc നേഴ്സിംഗ് ആണ്, ബാംഗ്ലൂർ പഠിക്കുന്നു. ചെറുക്കൻ ജനറൽ നേഴ്സിംഗ് GNM അവൻ പഠിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലെ ചിലവ് നടക്കണം. ചേട്ടാ, ഈ രോഗത്തിന് ഇപ്പം ചേട്ടന് ഇതിൽ നിന്നൊരു മാറ്റം, ഒരു വിടുതൽ ആവശ്യമാണല്ലോ. തീർച്ചയായും. അപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരെന്താ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഈ രോഗത്തിൽ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ശമനം നമുക്ക് നേടണ്ടേ? ഇത് ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് എന്താ അവർ പറയുന്നത്? വൈദ്യശാസ്ത്രം പറയുന്നത്, അവർ സാധാരണ പറയുന്നത് ഇങ്ങനെ എൻ്റെ ബ്ലാഡർ പ്രശ്നം, ബ്ലാഡർ ഈ മൂത്രം ഒഴിക്കാൻ പോകാതെ പണി സമയത്തൊക്കെ പണിത്തിരക്കും ഒക്കെ കാര്യങ്ങൾ കൊണ്ട് മൂത്രം ഒഴിക്കാൻ പിടിച്ചു നിർത്തി ബ്ലാഡർ അഴഞ്ഞു പോയതാണ്. എന്ത് ജോലിയായിരുന്നു ചേട്ടൻ? എനിക്ക് മേസ്തിരിപ്പണിയാണ്. മേസ്തിരിപ്പണി എത്ര കാലം ഉണ്ടായിരുന്നു മേസ്തിരിപ്പണി? മേസ്തിരിപ്പണി ഒരു 5-8 വർഷത്തോളം മേസ്തിരിപ്പണി 8 വർഷത്തോളം ചെയ്തു. അപ്പോൾ ഈ ബ്ലാഡർ മൂത്രം കറക്റ്റ് സമയത്ത് ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡർ ഈ മസലാണല്ലോ, അതങ്ങ് അഴഞ്ഞു. അപ്പം പിന്നെ അതായത് തൊഴിലിനോടുള്ള ഉത്തരവാദിത്വം കൂടി, ആത്മാർത്ഥത കൂടി. പിന്നെ കോൺട്രാക്ടർമാരൊക്കെ അടുത്തേക്കുമ്പോൾ പേടിയാവില്ല, കാരണം അവർ വല്ല തെറി പറയാനൊക്കെയുള്ള പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തി, അതൊരു ദിവസമല്ല, പല വട്ടം അങ്ങനെ പിടിച്ചു നിർത്തി ബ്ലാഡർ പതുക്കെ അഴഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള യൂറിനായപ്പോൾ കനം കുറഞ്ഞ ഭിത്തി ഒന്നോടെയും തള്ളിപ്പോയി. അപ്പോൾ 2 സഞ്ചി പോലെ ആയിപ്പോയി. അപ്പോൾ അവിടെ ബ്ലാഡറിൻ്റെ സങ്കോച വികാസം നിന്നു. അപ്പോൾ അവിടെ പ്രാന്തപ്രദേശം മൊത്തം നീർക്കെട്ട് വീണു. അതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വീണു. യൂറിനറി ട്യൂബിന്, കിഡ്നിയിൽ നിന്ന് വരുന്ന ബ്ലാഡറിലേക്ക് വരുന്ന കുഴലിന് നീർക്കെട്ട് വീണ് അങ്ങനെ ബ്ലോക്കായതായി വന്ന് യൂറിൻ റിട്ടേൺ പോയി, അങ്ങനെ കിഡ്നി ചുരുങ്ങി. അപ്പോൾ യൂറിൻ പുറത്തേക്ക് പോകാതെ വന്നപ്പോൾ തന്നെ ഇൻഫെക്ഷനായി. അങ്ങനെ ഇടതുവശത്തെ കിഡ്നി പൂർണ്ണമായും ചുരുങ്ങി. ഇപ്പോൾ വലതുവശത്തെ കിഡ്നി ഭാഗ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ റെസ്റ്റാണ് എന്നോട് പറഞ്ഞത്. ഒരു കിഡ്നിയുടെ പ്രവർത്തനം നിലവിലില്ല. ഒരു കിഡ്നി പൂർണ്ണമായും നിന്നുപോയി, വലതുവശത്തെയും പകുതിയെ പ്രവർത്തിക്കുന്നുള്ളൂ, ഭാഗ്യമായിട്ടുള്ളൂ. ഇതൊക്കെ വെച്ചോണ്ടാണ് ചേട്ടൻ ഈ വണ്ടി ഓടിച്ച് അതല്ല ചെയ്യണേ പിള്ളേരുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ പോണ വഴിക്ക് തീരുമ്പോൾ തീരട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ മനസ്സിലുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ സാർ ചോദിച്ചതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഫോട്ടോ എന്ന സാറാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ്? കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ മരുന്നാണോ നിലവിൽ? അതിപ്പോൾ ട്യൂബ് മാറാൻ 21 ദിവസം കൂടുമ്പോൾ അവിടെ പോയാണ് മാറുന്നത്. അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു, സജി വേദനായകം എന്ന് പറഞ്ഞൊരു ആശുപത്രിയിലൊന്ന് പോയി നോക്ക്, ഇതിൻ്റെ വെല്ലൂർ ഇവിടെ കോയമ്പത്തൂർ വേദനായകം എന്ന് പറഞ്ഞ ആശുപത്രി. എനിക്ക് ചെറിയൊരു ഓർമ്മ പ്രശ്നമുണ്ട് കേട്ടോ, അങ്ങനെ മരുന്നിൻ്റെയൊക്കെ പ്രശ്നമാണ്. മരുന്നുണ്ടോ? മരുന്ന് വേദനയ്ക്കുള്ള വേദനയ്ക്കുള്ളതും പിന്നെ ഇൻഫെക്ഷൻ, ഈ ട്യൂബിട്ടുകൊണ്ട് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഓർമ്മക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ വേദനായകം എന്നൊരു ആശുപത്രി പോയി ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ അവർ ബ്ലാഡറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ബ്ലാഡർ ചെറിയ പ്രവർത്തനത്തിലേക്ക് സങ്കോച വികാസത്തിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാഡറിൽ നിന്ന് ഉള്ള യൂറിൻ പോരുന്ന കുഴല്ല, യൂറിത്ര പൂർണ്ണമായിട്ടും അകത്തുനിന്ന് മുതൽ അടഞ്ഞു പോകും, സ്ട്രെച്ചർ എന്ന് പറയും, ചുരുങ്ങിപ്പോയി. അപ്പോൾ യൂറിത്ര വഴി ട്യൂബ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ SPC വയറ് തുളച്ച് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹാരി സാറാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇത് ട്യൂബ് ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്തുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലല്ലേ? ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഈ പുക്കളിന് താഴെ വാഷ് ചെയ്യും. അത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാതെ. വാഷ് ചെയ്ത് ആണ് നമ്മൾ എപ്പോഴും പൊടിയൊന്നും അടിക്കാതെ വാഷ് ചെയ്ത് വൃത്തിയും മെനയായിട്ട് നടക്കണം. ഈ ഇൻഫെക്ഷനായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വേദനായ ആശുപത്രിയിൽ അവർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ചെയ്ത് യൂറിത്ര കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വായിൽ ടിഷ്യൂ എടുത്ത് ട്യൂബ് പോലെ ഉണ്ടാക്കി
വെച്ച് പിടിപ്പിച്ച് വായിലെ സ്കിൻ എടുത്തിട്ട് സ്കിൻ എടുത്തിട്ട് ട്യൂബ് പോലെ വെച്ച് പിടിപ്പിച്ച് ആ ഓപ്പറേഷനാണ് ഇതിന് ഉള്ളൂ. ഈ മൂത്രനാളി ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഈ രോഗത്തിൽ പഴയ പോലെ ഒരു ഇതിൽ ഈ ഭാഗ്യമായിട്ട് പ്രവർത്തിക്കുന്ന കിഡ്നി ആണെങ്കിൽ അത് മതി. അതിൽ ഒത്തിരിയും പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം, അങ്ങനെ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നാളും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാർ 3 ലക്ഷം രൂപയോളം അതിൽ മുടക്കുണ്ട്. ഓപ്പറേഷനായിട്ടാണ് ഈ 3 ലക്ഷം രൂപ? അത് അവർ ഒരു ഓപ്പറേഷൻ 3 ലക്ഷം രൂപയോളം മുടക്കുണ്ടെന്നാണ് പറഞ്ഞത്. തിയേറ്റർ തന്നെയാണ്. പിന്നെ അത് കഴിയുമ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിയും. ഇത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ചികിത്സയ്ക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ഫണ്ട് ഉണ്ടോ? ഇല്ല, നിലവിലില്ല. നിലവിൽ പൈസയുള്ള ഒരു പൈസയില്ല. കാരണം നമ്മൾ ഈ ഈ തെരുവിക്കടെ പാടി നടന്ന് ഈ കൈ നീട്ടി കിട്ടുന്ന പൈസ കൊണ്ടല്ലേ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യവും നടത്തണേ. പിള്ളേരുടെ കാര്യമാണെങ്കിലും പല ആൾക്കാരുടെ അടുത്തും വായ്പ മേടിച്ചൊക്കെ പലപ്പോഴും ഫീസും പരിപാടിയൊക്കെ. അതായത് ഈ തെരുവിൽ പാടാൻ പോയിട്ടും ചേട്ടൻ്റെ ചെലവുകൾ നടന്നു പോകുന്നല്ലാതെ വേറെ ഒരു അത്രേ ഉള്ളൂ. അത്യാവശ്യം ഹോസ്പിറ്റലൊക്കെ പോകാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. ഈ രോഗത്തെ അനുസരിച്ച് ചികിത്സിക്കാനായിട്ട് സാധിക്കുന്ന ഒരു എമൗണ്ട് ഇല്ല, അത് കിട്ടുന്നില്ലല്ലോ. അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ നമ്മുടെ തെരുവികളൊക്കെ പറഞ്ഞു കേട്ട് എന്നാ കിട്ടാനാ. എന്നാലും വേറൊരു കാര്യമുണ്ട്. സുമനസ്സിലായ ചില ആളുകൾ നമ്മളുടെ സങ്കടം കണ്ടുകൊണ്ട് സംഭാവനകൾ ചില തരാറുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മുടെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കും പിള്ളേരുടെ കാര്യത്തിനും മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇനി അതിലേക്ക് തിരിഞ്ഞു പോകാത്തത്, ഓപ്പറേഷൻ നോക്കാത്തത്. കാരണം അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ രണ്ടുപേരും വഴിമധ്യയിൽ നിൽക്കുക. ഇത് പഞ്ചായത്തിൽ നിന്ന് പാലിയേറ്റീവ് കെയറിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അവർ വന്ന് കാണുമോ? ചേട്ടൻ്റെ രോഗവിവരങ്ങൾ തിരക്കോ എല്ലാം ചെയ്തു? വണ്ണപ്പുറം പാലിയേറ്റീവിൽ ഞാൻ അംഗമാണ്, വണ്ണപ്പുറം പാലിയേറ്റീവിൽ. പക്ഷേ അവർ ഇത് ചെയ്യില്ല. കാരണം വെച്ചാൽ അവർ ഒരു ട്യൂബ് പോലും അവിടെ ഇടില്ല, അവർക്ക് പേടിയാണ്. അവർ പറഞ്ഞു അതുകൊണ്ട് ചേട്ടാ അത് ശരിയാവില്ല, അവിടെ തന്നെ പോയി കോട്ടയത്ത് തന്നെ 21 ദിവസം കൂടുമ്പോൾ അവിടെ പോകേണ്ടി വരും. അതിന് തന്നെ ഒരു ഭാരിച്ച ചിലവുണ്ടല്ലേ? നല്ല പൈസ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ പോകുന്നത് അങ്ങോട്ട്? ഞാൻ ഈ 2 വീലറിനാണ് പോണേ. ഇതിനാ പോകുന്നത്? അതിന് പോണേ. അപ്പോൾ ഇത്രയും ദൂരേക്ക്? ദൂരേക്ക്. പക്ഷെ ഞാനിത് ഈ വീട്ടിലെ അവസ്ഥയും പിള്ളേരുടെ വിഷമവും കാര്യങ്ങളും ഓർക്കുമ്പോൾ ഞാനിത് എനിക്കൊരു അസുഖമുള്ളതായ പോലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അസുഖമുള്ളതുപോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയും എന്നുള്ള ഒരു മനസ്സിനൊരു ധൈര്യം, ജഗദീശ്വരൻ മനസ്സിനൊരു ധൈര്യം തന്നുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നു. ഇപ്പോൾ ഇന്ന് പോയിട്ട് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റിയില്ല. കാലാവസ്ഥ മഴ പ്രശ്നമായി, കാലാവസ്ഥ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ആൾ കുറവാന്ന് തോന്നുന്നല്ലോ. അതെ, പൊതുവെ ആൾക്കാർ കുറവാണ്. പിന്നെ ഈ കാലാവസ്ഥ ഇതായി ആൾക്കാർ സിറ്റിയിലൊന്നും ആളില്ല. 1-2 സ്ഥലത്ത് ഞാൻ പോയിട്ട് വന്നിട്ട് ആളില്ല. അപ്പോൾ ഞാൻ 2 പാട്ട് പാടി. വണ്ടിയായിട്ട് പോയി പെട്രോൾ അടിക്കുമ്പോൾ തന്നെ 10-400 രൂപ എടുത്ത്. പിന്നെ ഇന്ന് 400-450 രൂപയുടെ പെട്രോളാണ് അടിച്ചുകൊണ്ട് വന്നത് ഫുള്ള്. കാരണം ഈ ബോക്സ് വെച്ച് കെട്ടിയേക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റത്തില്ലല്ലോ. വണ്ടി വെച്ച് തന്നെ പാട്ട് പാടും. ട്രാക്ക് ഉണ്ട്, കരോക്കെ, മൊബൈലിൽ കരോക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ചെയ്തിട്ട് ബോക്സ് മൈക്രോഫോണും ഉണ്ട്, അത് വെച്ച് നമ്മൾ പാടും. ഈ അസുഖത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം ഇതിൽ നിന്നൊരു വിടുതൽ വേണ്ട ചേട്ടാ. ഇത് എത്രയും പെട്ടെന്ന് ഇത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചേട്ടൻ ആ പൂർവ്വാവസ്ഥയിലേക്ക് ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് മാർഗമില്ലാത്തവന് ആശിക്കാനല്ലേ വഴിയുള്ളൂ. വേറെ നമ്മൾ ഒരു ആൾ കഴിഞ്ഞോട് ചോദിച്ചു, എവിടെയാ ഏലപ്പാറ ദിവസം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനിങ്ങനെ പൈസ ഇങ്ങനെ പാത്രമായിട്ട് ചെല്ലുന്ന ഇപ്പോൾ പുള്ളി ചോദിച്ചു എന്നെ പറ്റിയത്. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്, എല്ലാവരും പിള്ളേരുണ്ട്, അവരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നടക്കുന്നു. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു. ശരിയാ, എന്നെ കണ്ടാൽ അങ്ങനെ അസുഖക്കാരനായിട്ട് തോന്നുന്നില്ലല്ലോ. ശരിയാ, എനിക്ക് അസുഖമാണെന്നും പറഞ്ഞ് ഞാൻ ചടഞ്ഞിരിക്കുന്നില്ല, അസുഖക്കാരനായിട്ട് എനിക്ക് തോന്നില്ല. ശരിയാ, അത് തന്നെയാണ് ഒരു ദൈവാനുഗ്രഹം എനിക്ക്. അത് ആ ഒരു ധൈര്യം മനസ്സിൽ ഉള്ളതുകൊണ്ട് പിള്ളേരുടെയും വീട്ടിലെ അവസ്ഥയും ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾ രാവിലെ പറ്റില്ലെങ്കിൽ എഴുന്നേറ്റ് പോരുക. അതാണ് എൻ്റെ. എങ്ങനെ പിള്ളേരെ ഒന്ന് കര കയറ്റണം, ഇതൊക്കെയാണ് മനസ്സിലാകുക. കഴിഞ്ഞ ദിവസം പീരുമായിട്ട് വെച്ച് കഴിഞ്ഞ ദിവസം പീരുമായിട്ട് വെച്ച് ഞാൻ തലക്കറങ്ങി വീണു. അടുത്ത ആൾക്കാർ എന്നെ പിടിച്ച് അടുത്ത് ആശുപത്രി ചെന്നു. ആശുപത്രി കൊണ്ടുപോയി അവർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു.
മസിൽസ് കൂടുതൽ, പിന്നെ യൂറിക് ആസിഡ് കൂടുതൽ, ഷുഗർ കൂടുതൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ വെയിൽ ഒത്തിരി എനിക്ക് അടിക്കാൻ പാടില്ലാത്ത, കാരണം വെയിലടിക്കുമ്പോൾ യൂറിനുണ്ടാവണം, യൂറിനുണ്ടായിട്ട് പുറത്ത് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ വെയിലടിക്കുമ്പോൾ യൂറിനുണ്ടാവില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം ഞാൻ പ്രശ്നമായിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വഴിക്ക് എവിടെ വീഴുന്നു. തലകറക്കം വരുന്നുണ്ട്? ഉണ്ട്, തലകറക്കമുണ്ട്, ഓർമ്മക്കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 54 വയസ്സുള്ളൂ. 54 വയസ്സുള്ളൂ. പക്ഷേ അസുഖത്തിൻ്റെയും ഈ പ്രശ്നമൊക്കെയാണ് ഈ താടി മുടിയെല്ലാം ഇങ്ങനെ നരച്ചു പോയത്. മരുന്ന് കഴിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ്. വേദന സംഹാരിയാണ് മെയിനായിട്ട്. വേദനയുടെ ഉണ്ട്. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്. ട്യൂബ് ഇട്ടേക്കിടത്തോളം കാലം യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കില്ല, അവർ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്നാലും വേദന കുറയാൻ വേണ്ടി മരുന്നുകൾ കഴിക്കും. അങ്ങനെ പോകുന്നു. ഇന്ന് അസുഖങ്ങളൊന്നും മാറി പൂർവ്വസ്ഥിതിയിൽ വന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതാണ്. പിള്ളേർ 2 പേര് പഠിക്കുന്നു. വീട്ടിലെ അവസ്ഥ. ചേട്ടാ, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാവും. നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബറുണ്ട്. മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ചേട്ടന് കിട്ടുന്ന, ചേട്ടൻ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഇതിനൊരു ഫണ്ട് സമാഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് മാക്സിമം നമുക്ക് ഈ ചാനൽ എത്തിക്കാം. അപ്പം ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ, സുഹൃത്തുക്കളെ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ബാങ്കിങ് അങ്ങനെ വല്ലതും ഉണ്ട്? ഗൂഗിൾ പേ ഉണ്ടല്ലേ? QR കോഡ് ഉണ്ട്. ഞാൻ പാടുന്ന സമയത്ത് പലതും വന്ന് ചോദിക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ QR കോഡ് കൊണ്ട് നടക്കുന്നുണ്ട്. ഈ മൊബൈൽ നമ്പർ പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ തെറ്റിപ്പോയെങ്കിലോ എന്നോർത്തേ എൻ്റെ QR കോഡിൽ. ഓക്കെ. സജി വി വി അല്ലേ? അതെ. സുഹൃത്തുക്കളെ, ഞാൻ ഇത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ചേട്ടൻ്റെ QR കോഡോടെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് ചേട്ടന് പറ്റുന്ന പോലെ, അതായത് വലിയ എമൗണ്ട് ഒന്നും പറയുന്നില്ല, 10 രൂപയെങ്കിൽ 10 രൂപ. അപ്പോൾ ആളോഹരി ആകുമ്പോഴത്തേനും ചേട്ടന് ഈ ചികിത്സയ്ക്കുള്ള ആവശ്യമുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഈ ചേട്ടന് ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ അതെന്താണെന്നും ഈ സൈചേട്ടനെ സംബന്ധിച്ച് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും, സ്നേഹസമ്പന്നരായ എല്ലാ ആൾക്കാരും ഈ സൈചേട്ടന് ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർ എന്താണെങ്കിലും ചേട്ടനെ സഹായിക്കും. താങ്ക് യു. ഒരു സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ പള്ളികളിലും അമ്പലങ്ങളിലും ഒന്നും അല്ല നമ്മൾ പൈസ ഇടണം. ചേട്ടനെ പോലെയുള്ള ആൾക്കാർ കൺമുമ്പിൽ ദൈവങ്ങളായിട്ട് വന്ന് നിൽക്കുമ്പോൾ ചേട്ടനെ പോലെയുള്ള ആൾക്കാർക്ക് തന്നെയാണ് സഹായിക്കേണ്ടത്. അതിന് ഒരു മാറ്റവും ഇല്ലത്. ചേട്ടൻ ബുദ്ധിമുട്ടാതെ. ചേട്ടാ, പ്രേക്ഷകർക്കായിട്ട് ഞാൻ എത്ര കാലമായി ചേട്ടൻ ഈ പാട്ടിലേക്ക് വന്നിട്ട്? ഞാൻ ഒരു ചെറുപ്പകാലം മുതൽ പാട്ട് പാടുമായിരുന്നു. സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അങ്ങനെ പാട്ടുകൾ എല്ലാവർക്കും മിക്ക പാട്ടൊക്കെ പാടുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ ഈ പൂർണ്ണമായിട്ടും പാട്ടിലേക്ക് പാടാൻ ഇറങ്ങിയത് ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ്. അതിലും ഞാൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 100-125 പാട്ടുകൾ ഞാൻ ക്രിസ്തീയ ഭക്തിഗാനം എഴുതിയിട്ടുണ്ട്. അതിലൊരു 69 പാട്ട് കാസറ്റാക്കി. പക്ഷേ അത് നമുക്ക് സാമ്പത്തിക പ്രശ്നം ആയതുകൊണ്ടൊന്ന് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ ആണ്. അതിൽ ഞാൻ എഴുതിയ പാട്ടിൽ ചില പാട്ടുകളൊന്ന് പാടാം. ഓക്കെ. തൊണ്ടയൊക്കെ ഇതായിരിക്കാം. നീറും മനസ്സുകൾ തേടുന്നു നിന്നെ, വേറില്ലൊരാശ്രയം ഈ മണ്ണിലാർക്കും. നീറും മനസ്സുകൾ തേടുന്നു നിന്നെ, വേറില്ലൊരാശ്രയം ഈ മണ്ണിലാർക്കും. ആശ്രിതർക്കാലംബം ഏകും നാഥ, അങ്ങല്ലു സർവാധി രാജാധിരാജൻ. നീറും
മനസ്സുകൾ. ഓ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാസറ്റാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആ കാസറ്റിലെ പാട്ടാണത്. പിന്നെ ഈ പ്രാവശ്യം ഈ മലയാറ്റൂർ പള്ളിക്ക് വേണ്ടി ഒരു കാസറ്റുകാർ പറഞ്ഞ ഒരു 2-3 പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത് കൊടുത്തു. അതിൽ കസ്റ്റർ പാടിക്കുന്നൊരു പാട്ടുണ്ട്, അതും കൂടെ ഒന്ന് പാടാം. ചേട്ടൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആൽബങ്ങളൊക്കെ ആയിട്ട് ചേട്ടന് തന്നെ എഴുതുമോ? അതെ, ഞാൻ പാട്ടുകൾ എഴുതും. അപ്പം നമ്മുടെ ഈ വിഷമങ്ങളും വേദനകളും ഓർത്ത് കഴിയുമ്പോൾ ഓരോ ദിവസം യാത്രയിലൂടെ മനസ്സിൽ വൈകിട്ട് ചെന്നത് അത് ഓരോ അനുഭവങ്ങൾ, എൻ്റെ ഓരോ അനുഭവങ്ങളാണ് ഓരോ പാട്ടുകളായിട്ട് ഞാൻ ഇതായിട്ട് അങ്ങനെ മലയാറ്റൂർ പള്ളിയുടെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വതി വിജയൻ എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ആന്തരിക മുറിവൻ എന്ന് പറഞ്ഞൊരു സംഭവം പാടിയിട്ടുണ്ട്. ആ മോള് പാടിയിരിക്കുന്ന ഒരു ഇതാണ്, ആന്തരിക മുറിവീനു സൗഖ്യമേകാൻ കാന്തനാകും യേശു എൻ്റെ ചാരയുണ്ട്. ആന്തരിക മുറിവീനു സൗഖ്യമേകാൻ കാന്തനാകും യേശു എൻ്റെ ചാരയുണ്ട്. വെന്തു നീറുള്ളം കാണാൻ ആരുമില്ല, അന്തരംഗം കാണും ദൈവം യേശു മാത്രം. വെന്തു നീറുള്ളം കാണാൻ ആരുമില്ല, അന്തരംഗം കാണും ദൈവം യേശു മാത്രം. ആന്തരിക മുറിവീനു സൗഖ്യമേകാൻ കാന്തനാകും യേശു എൻ്റെ ചാരയുണ്ട്. ഈ അസ്വസ്ഥതയും അസുഖത്തിൻ്റെയൊക്കെ ചേട്ടൻ എഴുതിയ പാട്ടുകളാണ്, സ്വന്തമായിട്ട് എഴുതിയ, ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് ഇറങ്ങിയ പാട്ടുകളൊക്കെയാണ്. പല ആൾക്കാർക്കും അറിയാതെ പോയി എന്ന് അറിയാതെ പലർക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ശരിക്കും പറ്റിയില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞ കാസറ്റ് ചെയ്തു, പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തു, പിന്നെ ദൈവകൃപ, നോഹയുടെ കാലത്ത് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ബൈബിൾ പരമായിട്ട്. പിന്നെ നമ്മുടെ ഇവർക്ക് വേണ്ടി ഈ ഞങ്ങളുടെ വണ്ണപ്പുറത്ത് എന്താ പറയുന്നത്, കൂപ്പുറം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് വേണ്ടി ഒരു 12 പാട്ട് അവിടെ അടുത്തൊരു പയ്യൻ എഴുതിക്കൊണ്ട് വന്നു. അപ്പോൾ ട്യൂൺ ചെയ്യാമോ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാമോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്പലത്തിനെ കുറിച്ചൊരു ചരിത്രം ഒരു ഫിലിം ചെയ്തു. ആ ഫിലിം ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതിൽ ആ പാട്ട്, അതിലെ ടൈറ്റിൽ സോങ് തന്നെയാണ് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് തന്നെയാണ് സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത്. അതൊന്ന് 4 വരി പാടാം. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, പാട്ടിന് മുമ്പ് ഈ അസുഖത്തിന് മുമ്പ് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നോ ചേട്ടനുണ്ടായിരുന്നേ? അതെ, അന്ന് കെട്ടറ പണിക്കാൻ പോകാറുണ്ടല്ലോ, കരിങ്കല്ല് പണി. അതുകൊണ്ട് സുഖമായിട്ട് ജീവിതം കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ഓഷ്യൻ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ പണിയാറുണ്ട്. അതായത് ഓഷ്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ ചെറുതോണിയിൽ ജയൻ ചേട്ടൻ്റെയൊക്കെ ഒരു റോഡ് കോൺട്രാക്ട് പണിയാണ്. അവരുടെ കൂട്ടത്തിൽ വിമലഗിരി ന്യൂ മൗണ്ട് റോഡ്, ആ റോഡിൻ്റെ കരിങ്കല്ല് പണിക്കെല്ലാം ഞാൻ അറിയാമായിരുന്നു. പിന്നെ കരിങ്കല്ല് കെട്ടറ പണി സകല പണി അറിയാം, കരിങ്കല്ല് പണി എല്ലാ പണി അറിയാം. അപ്പം അങ്ങനെ ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ നമ്മൾ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, ഈ മൂത്രം ഒഴിക്കാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലേ? അയ്യോ, അത് സുഹൃത്തുക്കളെ ഒരു നമ്മൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചേട്ടന്. അല്ലേ ചേട്ടാ? അതെ. നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നമ്മളത് നമ്മുടെ മസിൽസിന് അത് വളരെയധികം ക്ഷതമൊക്കെ ഡാമേജ് ആക്കും അല്ലേ ഏട്ടാ? അതെ. അതായത് ബസ്സിൽ തന്നെ അങ്ങനെ നിയമമുണ്ടല്ലോ. കാരണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ ബസ് നിർത്തി കൊടുക്കും. രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്താണല്ലേ നമുക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നാൽ ഉറക്കത്തിൻ്റെ സമയമല്ല, എന്നാൽ കുറച്ച് കഴിയട്ടെ എന്ന് ഓർത്തുകൊണ്ട് സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ കട്ടിലെ നേക്കാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് അന്നേരമല്ല, പല വട്ടം ആകുമ്പോഴത്തേനും അഴഞ്ഞ് പ്രശ്നമായിപ്പോവും.
പ്രശ്നമായി പോകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു സ്ത്രീകൾ, കാരണം അവർക്ക് അനുകൂലമായിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴല്ലേ പറ്റുള്ളൂ. പക്ഷേ നമുക്കിത് എങ്ങനെ ഉണ്ടായെന്നുള്ള ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഇതാണ് വിഷയം. ഞാൻ മൂത്രം പിടിച്ചു നിർത്തി അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പിന്നെ അമിതമായിട്ട് ഈ പച്ചവെള്ളം കുടിക്കുമായിരുന്നു മൂത്രത്തിൽ കല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കൂട്ടത്തിൽ പണിയവർക്ക് ഇത് മൂത്രത്തിൽ കല്ല് പലർക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു മൂത്രം സമയത്ത് ഒഴിക്കാതെ വന്നപ്പോൾ അങ്ങനെ അത് അതിൻ്റെ ഇത് എക്സ്റേയുടെ ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. റിപ്പോർട്ടെല്ലാം കയ്യിലുണ്ട്. എല്ലാ എക്സ്റേയുടെ അപ്പോൾ യൂറിത്ര അടഞ്ഞു പോയ ഭാഗങ്ങൾ എൻ്റെയൊക്കെ എക്സ്റേ എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എല്ലാ തെളിവുകളും ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. കാര്യം പാടുന്ന സമയത്ത് ആൾക്കാർ ഇപ്പോൾ ഏലപ്പാറ വെച്ച ഒരാൾ ചോദിച്ച പോലെ നിന്നെ കണ്ട ഒരു രോഗിയാന്ന് തോന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയൊക്കെ നമുക്ക് സംശയം വന്ന എടുത്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അതൊക്കെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കൂവപ്പുറം മല പുണ്യമല ശ്രീധർമ്മശാസ്താവിൻ പുണ്യമല. കൂവപ്പുറം മല പുണ്യമല ശ്രീധർമ്മശാസ്താവിൻ പുണ്യമല. അഷ്ടദശങ്ങളിൽ അയ്യപ്പ ചൈതന്യം അംശുകമാക്കിയ പുണ്യമല. ഓ കൂവപ്പുറം മല പുണ്യമല ശ്രീധർമ്മശാസ്താവിൻ പുണ്യമല. അഷ്ടദിക്പാലരും തൊഴുന്നേ മല ഷഠാധാര പ്രതിഷ്ഠയിരുന്ന മല. അഷ്ടദിക്പാലരും തൊഴുന്നേ മല ഷഠാധാര പ്രതിഷ്ഠയിരുന്ന മല. മണികണ്ഠദേവനെ നിത്യം ഭജിക്കുന്ന മാലോകർ വാഴ്ത്തുന്ന പുണ്യമല. മണികണ്ഠദേവനെ നിത്യം ഭജിക്കുന്ന മാലോകർ വാഴ്ത്തുന്ന പുണ്യമല. കൂവപ്പുറം മല പുണ്യമല ശ്രീധർമ്മശാസ്താവിൻ പുണ്യമല. ഈ പാട്ട് പാടുമ്പം നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വല്ലതും ശ്വാസം എടുക്കുമ്പോഴൊക്കെ വേദനയുണ്ട്, വയറിന് വേദനയുണ്ട്. കാരണം ശ്വാസം എടുത്താണല്ലോ നമ്മൾ ശ്വാസം എടുത്ത് വായു പിടിച്ചാണല്ലോ പാടുന്നത്. അതെ അതെ, അടിവയർ ശ്വാസം പാടാൻ നേരത്തെ നമ്മൾ അടിവയർ ഇങ്ങനെ അടിവയർ ഒട്ടിയാണല്ലോ, വയറിങ് ചുങ്ങി വരും. അന്നേരം ഈ ട്യൂബ് ഇട്ടേക്കണ ഭാഗത്ത് നല്ല വേദനയുണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഈ ലിറിക്സ് ചിലപ്പോൾ മറന്നു, അതുകൊണ്ട് ബുക്കൊക്കെ ആയിട്ടാണ് നടക്കണേ. വെച്ച് ചിലപ്പോൾ പെട്ടെന്ന് ഒരു മറങ്ങി വരും. ഈ ഫീൽഡിൽ പോയിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള പാട്ടുകളാണ് ചേട്ടൻ പാടുന്നത്? ആദ്യം പാടുന്ന മറ്റേ പാട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, മതമൈത്രിയുടെ പാട്ട് ഒന്ന് പാടും. അല്ലെങ്കിൽ ഈ ചിലയിടത്ത് ക്രിസ്തീയ ഗാനവും മുസ്ലിം ഗാനവും ഹിന്ദു ഭക്തി ഗാനവും കൂടെ പാടേണ്ടി വരും. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. അത് പിന്നെ കൊയർ പാടാൻ പോകാറുണ്ടോ? കൊയർ ഞാൻ നേരത്തെ ഇവിടെ കടൂർ പള്ളിയിലെ പാട്ടുകാരനായിരുന്നു. നമ്മുടെ ഇവിടെ കടൂർ പള്ളിയിൽ ചെറുപ്പം. എത്ര നാൾ മുമ്പ്? അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ 1 മുതൽ 10 വരെ ഇവിടെ കടൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഇടവകി കടൂരായിരുന്നു. അന്ന് ഞാൻ 4 ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചോണ്ടത്. അവിടെ പള്ളിയിൽ കൊയർ പാടാനും എല്ലാം അവർ പെരുന്നാളിനൊക്കെ നമ്മളാണ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഹിന്ദു ഭക്തിഗാനത്തിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ദാസേട്ടൻ്റെ ഈ പാട്ടില്ലേ, ആ പാടും. അത് കർപ്പൂരപ്രിയനേ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു, വലിയാന വട്ടവും
ചെറിയാന വട്ടവും വന്നതും പോയതും ഞാൻ മറന്നു, നിൻമുഖം ധ്യാനിച്ച് ഞാൻ നടന്നു. കർപ്പൂരപ്രിയനേ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. ആ പാട്ട് പാടും. വളരെ നന്നാകുന്നുണ്ടല്ലോ. മുസ്ലിം എല്ലാ പാട്ടും ഒന്നിനും മെച്ചമല്ല. മുസ്ലിം പാട്ടിന് പാടുന്നത് ഈ മറ്റേ പാട്ടില്ലേ എന്നാ, അല്ലാവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എത്തി മുകൾ. അല്ലാവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എത്തി മുകൾ. ആ പാട്ട് അങ്ങനെ ഈ 2-3 പാട്ട് പാടും. അത് കഴിഞ്ഞ് പിന്നെ ദേശഭക്തി അതുപോലെ മലയാള ഭാഷ എന്നുള്ള പാട്ട് പാടും, അത് ജയേട്ടൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ രാക്കുയിലിൻ്റെ ആശസ് എന്നൊരു പാട്ട്. അതൊന്ന് പാടുമോ? രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണിയൻ മാനസത്തിൻ രാഗവേദന മഞ്ജരി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണിയൻ മാനസത്തിൻ രാഗവേദന മഞ്ജരി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി. ആ പാട്ട്. പിന്നെ അങ്ങനെ ഓരോ പാട്ടുകൾ. പിന്നെ പച്ചമലപ്പൂവിന് തമിഴ് പാട്ട് പാടുമ്പോൾ, പച്ചമലപ്പൂവ് നീ ഉച്ചി മലർത്തേന്, കുത്തങ്കുറയേറ് നീ നന്ദവനത്തേര്, അഴகு പൊന്നുമണി സിരിപ്പ് വെള്ളിമണി, കിളിയെ കണ്ണുറങ്ങി ദൂരി ഹോയ്, പച്ചമലപ്പൂവ് നീ ഉച്ചി മലർത്തേന്. ആ പാട്ട്. അങ്ങനെ ഒരു പാട്ട്. പിന്നെ ഫാസ്റ്റ് റൗണ്ടിലെ കുറേ പാട്ടുകൾ അങ്ങനെ പാടി. അങ്ങനെ അപ്പോൾ 2-3 പാട്ട് 3-4 പാട്ട് പാടുമ്പോഴത്തേനും ആൾക്കാർ എല്ലാവരും പതുക്കെ അടുത്ത് കൂടും. അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നെ ചെയ്യാൻ. ഏതായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട്ടിലെ കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യാൻ നമ്മൾ ഇത് ഇങ്ങനെ പാടി ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഞാനത് പറഞ്ഞില്ലേ. ഇന്നിപ്പോൾ എനിക്കൊരു സാറ് ദിനേശ് കുളത്തിങ്കൽ എന്ന് പറഞ്ഞ സാറ് എന്നെ ഒരു കാര്യം ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് എൻകറേജ് ചെയ്തു. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ തെരുവിലിങ്ങനെ പിച്ചെടുത്ത് നടക്കുക എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ സാറിനോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നമ്മൾ ഒരു പാട്ട് അതിൻ്റെ വീഡിയോ എടുത്തും പറഞ്ഞിങ്ങനെ പാട്ടൊക്കെ പാടി വീഡിയോ. പുള്ളി പറഞ്ഞു, സജി പിച്ചെടുക്കുന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, എന്നാ സജി, സ്ട്രീറ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ വളരെ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിയോ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ വരെ തെരുവിൽ അവർക്കറിയാവുന്ന കല പ്രകടിപ്പിച്ച് അവർ ഉപജീവനം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ട്രീറ്റ് സിംഗർ ആവുക എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ വേണ്ടേ, ഒരിക്കലും അത് നാണക്കേട് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അത് എനിക്കൊരു പുതിയൊരു അറിവാണ്. അന്ന് ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവരാ കലാകാരന്മാരെ ആ ജനം അംഗീകരിക്കുക ചെയ്യണേ. അപ്പോൾ സജിയുടെ കഴിവിനെ ജനം അംഗീകരിക്കുന്നുണ്ടോ സജിക്ക് 10 രൂപ അവർ തരുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അതെന്നെ ഒരു പുതിയൊരു ഉണർവ് ഇന്നെനിക്ക് തന്നു കേട്ടോ, ഒരു പുതിയ ഉണർവ്. ഞാൻ അന്നവരെ ഞാനിങ്ങനെ തെരുവിൽ തെണ്ടി നടക്കുന്നവനാണല്ലോ എന്നൊരു വേദനയോടെ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ചേട്ടൻ്റെ ഈ പാട്ട് ആസ്വദിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ഈ ഫീൽഡിൽ കൂടെ പോകുമ്പോൾ. അതെ. मैं दुनिया बुला दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी चाहत में, हो दुश्मन समाना मुझे ना भुलाना, मैं खुद को मिटा दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी
चाहत में मैं दुनिया बुला दूंगा, तेरी चाहत में। तेरा साथ झूठा ये वादा जो झूठा, मैं खुद को मिटा दूंगा, तेरी चाहत में मैं दुनिया बुला दूंगा, तेरी चाहत में। മൃദുലേതാ ഒരു ഭാവ ഗീതമിതാ, നിന്റെ മിഴി തന്നീലിമയിൽ നിന്നു ഞാൻ പകർത്തി, മൃദുലേതാ ഒരു ഭാവ ഗീതമിതാ, നിന്റെ മിഴി തന്നീലിമയിൽ നിന്നു ഞാൻ പകർത്തി, മൃദുലേതാ ഒരു ഭാവ ഗീതമിതാ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ, ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ. जी करता है मोर के पाँव में आगलिया पहना दूं, कुह कुह गाती कोयलिया को फूलों का कहना दूं, यह कर अपना बनाने को पंज कर देखो, सिनकी जमारे गोरी तरह गाओ बड़ा प्यारा, मैं तो गया मारा आंखें ये हारे, आंखें ये हारे. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റിഞ്ഞ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം, മിന്നാമിനുങ്ങേ. ചന്ദനമണിവാതിൽ പാതിച്ചാരി എന്തോളം കണ്ണിൽ തിരയിളക്കി, ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ, എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിച്ചാരി എന്തോളം കണ്ണിൽ തിരയിളക്കി, ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ, എന്തായിരുന്നു മനസ്സിൽ. ചേട്ടാ, ഇത്രയും പാട്ടുകൾ പാടിയതിന് ഒത്തിരി നന്ദി. അപ്പം ഞാൻ കേൾക്കുന്നതിനുപരി നമ്മുടെ ശ്രോതാക്കളും
നമ്മുടെ ഈ ചാനൽ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ചേട്ടൻ്റെ പാട്ട് കേൾക്കും. അപ്പം ചേട്ടന് വേണ്ടിയുള്ള ഒരു ഫണ്ട് എനിക്ക് തോന്നുന്നു ഇതുവഴി ചേട്ടന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതുവഴി ഇങ്ങനെ ഒരു ഫണ്ട് ചേട്ടന് കിട്ടുമ്പോൾ ചേട്ടന് എത്രയും പെട്ടെന്ന് ചേട്ടൻ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിധേയായില്ലേ? തീർച്ചയായിട്ടും. എത്രയും പെട്ടെന്ന്, ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് ചേട്ടൻ പാടണം, ചേട്ടൻ തെരുവിൽ തന്നെ പാടണം. കാരണം ദൈവം തന്നാക്കുന്നൊരു വലിയൊരു വരദാനമാണ്. അപ്പം ഇതൊരു മോശമായിട്ടൊന്നും ഓർക്കണ്ട. ചേട്ടൻ്റെ പാട്ട് കേൾക്കുന്നത് മറ്റുള്ളവർക്ക്, അപ്പം എന്നെപ്പോലെ എനിക്കും സന്തോഷമായി. അതിനുപരി എല്ലാ ആൾക്കാർക്കും ചേട്ടൻ്റെ പാട്ട് സന്തോഷമാണ്. ചേട്ടന് ഇതൊരു നമുക്ക് പൈസ കിട്ടുന്നതിനുപരി നമ്മൾ ചേട്ടന് പാടാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ പാടാനൊരു പെട്ടിയും സംഭവങ്ങളൊക്കെ ചേട്ടന് മറ്റുള്ള ആൾക്കാർ ചേട്ടനെ സ്പോൺസർ ചെയ്തു. ഇതൊരിക്കലും പൊടി പിടിച്ചിരിക്കരുത്. ഇതെന്നും ചേട്ടന് പറ്റുന്നിടത്തോളം കാലം ഈ വണ്ടി ഓടിച്ച് ഈ ചേട്ടൻ പറ്റുന്ന പോലെയൊക്കെ പാടണം. അപ്പം നല്ലവരായ എല്ലാ ആൾക്കാരും ചേട്ടൻ്റെ ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു 1 രൂപയാണെങ്കിലും ഗൂഗിൾ പേ വഴി 1 രൂപ ആണെങ്കിൽ 1 രൂപ മാക്സിമം ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ ചേട്ടന് പറ്റുന്ന പോലെ, ഒത്തിരി ഒന്നും ഇടണമെന്ന് ചേട്ടൻ പറയുന്നില്ല അല്ലേ ചേട്ടാ? ഒരു 10 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അത്ര തന്നെ പലരാമത്തൊരു വലിയൊരു എമൗണ്ടിലേക്കാവും ചേട്ടന് ആവശ്യമുള്ളൊരു എമൗണ്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് സമാഹരിക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചേട്ടൻ ട്രീറ്റ്മെൻറ്റിന് വിധേയമാണ്. കാരണം ഇങ്ങനെയുള്ള യാത്രകൾ, ഈ ട്യൂബ് ഇട്ട് ഈ ഫീൽഡിൽ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ എനിക്ക് കേട്ട സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ഇൻഫെക്ഷൻ ആകാനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പം തന്നെ സമയം അതിക്രമിച്ചെന്ന് എനിക്ക് തോന്നുന്നു. തീരെ വയ്യാതെ എനിക്ക് ശ്വാസം, കാരണം പ്രായവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വേറെ ഷുഗറോ അങ്ങനെ പ്രഷറോ അങ്ങനെ വേറെ ഷുഗർ, യൂറിക് ആസിഡ് കൂടുതൽ, യൂറിൻ ഇൻഫെക്ഷൻ മിക്കപ്പോഴും വയറ്റ് വേദനയാണ്. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. സഞ്ചിക്കകത്ത് കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ട് നടക്കണേ, മരുന്നൊക്കെ ആയിട്ട്. അപ്പം കാണാനും പരിചയപ്പെടാനും പറ്റിയൊരു ഒത്തിരി സന്തോഷം. അപ്പം സുഹൃത്തുക്കളെ, ഞാൻ ഇനിയും ചേട്ടൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പം വരുന്ന ആളുകളിൽ അപ്പം ഒരു 2-3 മാസത്തോടെ കഴിയുമ്പോഴത്തേനും അടുത്തൊരു വീഡിയോ അല്ലേ ചേട്ടാ വന്നത്തേന് ചേട്ടനൊരു ഫണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നല്ലവരായ എല്ലാ ആൾക്കാരും ഒരിക്കൽ കൂടി പറയാം, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. തന്നാലാവുന്ന രീതിയിൽ ഒരു സഹായങ്ങൾ കാര്യങ്ങൾക്ക് ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടോ ചേട്ടാ? അക്കൗണ്ട് നമ്പറുണ്ട്. അതല്ലേ, അക്കൗണ്ട് നമ്പറുണ്ട്. പിന്നെ ഗൂഗിൾ പേ നമ്പറാണ് 98 47 300 545. അതാണ് ചേട്ടൻ്റെ മൊബൈൽ നമ്പർ. ഗൂഗിൾ പേ ഉണ്ടല്ലേ? ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേയും പേടിഎം എല്ലാം ഉണ്ട്. അത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ്. ഫോൺ പേയും ഉണ്ട്. അതിൽ പൈസ അയക്കാൻ പറ്റും. അതെ, അയക്കാൻ പറ്റും. പിന്നെ നമ്മുടെ QR കോഡ് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. QR കോഡ് ഞാൻ ഇതിലിട്ടാക്കാം. ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഇട്ടാക്കാം, ലാസ്റ്റ് ഇട്ടാക്കാം. അതുകൂടാതെ പിന്നെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. അപ്പം സുഹൃത്തുക്കളെ, ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറോടെ ഞാൻ എഴുതി ഇട്ടാക്കാം കേട്ടോ. താങ്ക് യു. അപ്പം ഈ വീഡിയോ കാണുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സന്ധ്യാ നമസ്കാരം. വൈകിട്ട് നേരം പോയി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.